Hello friends, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈസി ആയിട്ട് തന്നെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ടിക്ക റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും നോക്കാം. 2 കിലോ ചിക്കനാണ് ഞങ്ങളിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ആ മസാലക്കൂട്ടുകൾ. നമുക്ക് ആദ്യം മസാലക്കൂട്ടുകൾ ഒരു ബൗളിലേക്ക് ഇടാം. 4 സ്പൂൺ മുളക് പൊടിയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. കാശ്മീരി ചില്ലിയാണ്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്ക് കുറച്ച് ജീരകപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകപ്പൊടി. ഇനി വേണ്ടത് ഗരം മസാലയാണ്. 2 ടീസ്പൂൺ ഗരം മസാല. ഇനി ആഡ് ചെയ്യുന്നത് കസ്തൂരി മേത്തിയാണ്. അത് നന്നായിട്ട് പൊടിച്ചു വേണം ഇടാൻ. അത് ആവശ്യത്തിന് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ഇട്ടാൽ മതി. ചിക്കൻ ടിക്കയ്ക്ക് അല്പം കളറൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കളർ കൂടെ ആഡ് ചെയ്യാം. ഞങ്ങൾ കുറച്ച് കളർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് തൈര് ആഡ് ചെയ്യാം. ഞാനൊരു 5 സ്പൂണോളം തൈരാണ് ആഡ് ചെയ്യുന്നത്. ഇതിലേക്ക് ഞാനൊരു 1.5 മുറി നാരങ്ങാ നീരും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ആഡ് ചെയ്യുന്നത്. ഇത് ഞാൻ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്യുവാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കാം. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ച ശേഷം നന്നായിട്ട് ഈ മസാല ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് നന്നായിട്ട് അത് പുരട്ടിയെടുക്കാം. ചിക്കനിൽ നന്നായിട്ട് മസാല പിടിക്കുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ അരപ്പിൽ നമുക്ക് ഉപ്പ് പോരായെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനും മസാലയായിട്ട് ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം നമുക്കിത് മാറ്റി വെക്കാം. എത്ര നേരം ഇരിക്കുന്നോ അത്രയും നല്ലതാണ്. അത്രയും നേരം അതിന് മസാല നന്നായിട്ട് അതിലേക്ക് പിടിച്ച് നല്ല ടേസ്റ്റ് കിട്ടും. ഇതിന് കുറച്ച് നേരത്തേക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ടിക്കയ്ക്ക് വേണ്ടിയുള്ള കനൽ റെഡിയാക്കാം. അതിനുവേണ്ടി കുറച്ച് കോളിട്ട് അതിലേക്ക് തീ കത്തിച്ച് നമുക്കത് കനലാക്കി മാറ്റാം. ഇനി നമുക്ക് ഈ ഗ്രില്ലിന്റെ സ്റ്റീൽ പ്ലേറ്റിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തിക്കയുടെ പീസസ് വെച്ച് അറേഞ്ച് ചെയ്യാം. സ്റ്റീൽ പ്ലേറ്റിലേക്ക് ആ പീസസ് വെച്ച് കഴിഞ്ഞ് അത് ക്ലോസ് ചെയ്ത് നമുക്കത് കനലിലേക്ക് കൊണ്ടുവയ്ക്കാം. ഇനി നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ഒരു സൈഡ് റെഡിയാവും. നല്ല മണമൊക്കെ വരും. അപ്പോഴത്തേക്ക് നമുക്ക് അത് റെഡിയായോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാം. അപ്പം അതിൻ്റെ 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് നല്ല റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് റെഡി ആയിട്ടുണ്ടെന്ന്. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് അത് ഓപ്പൺ ചെയ്ത് ചെറിയ പീസ് എടുത്ത് കഴിച്ച് നോക്കാം റെഡിയായോ ഇല്ലേന്ന്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്കിനി ഇത് ഒരു പ്ലേറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു കാസറോളിലേക്ക് മാറ്റാം.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ തിക്ക റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ലൊരു അടിപൊളി സംഭവമാണ്, ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കണ്ട. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.